ഉച്ചവരെ പെട്രയുടെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഭക്ഷണവും കഴിച്ച് 2 മണിയോടുകൂടി വാദി റമ്മിലേക്ക് യാത്രയായി. ഏതാണ്ട് 120 കിലോമീറ്റർ, 1.5 മണിക്കൂർ എടുത്ത് വേണം അവിടെ എത്താൻ. മനോഹരമായ കാഴ്ചകളാണ് വാദി റമ്മിലേക്കുള്ള യാത്രയിൽ നമ്മെ തേടിയെത്തുന്നത്. വലിയ മലനിരകളും പാറകളും മരുഭൂമിയും എല്ലാം യാത്രക്കിടയിലുണ്ട്. മലമുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വിൻഡ് മിൽ കുട്ടികളെ എനർജി സ്രോതസ്സുകളെ കുറിച്ചുള്ള ഡിസ്കഷനിലേക്ക് കൊണ്ടുപോയി. കാഴ്ചകളും ഡിസ്കഷനും എല്ലാം നന്നായിരുന്നെങ്കിലും മോർണിംഗിലെ പെട്രയിലൂടെയുള്ള നടത്തത്തിന്റെ ക്ഷീണം കാരണം കുട്ടികളെല്ലാം ഉറങ്ങിപ്പോയി. എനിക്കും നല്ല ക്ഷീണം തോന്നുന്നു. ഒരല്പനേരം മയങ്ങണമെന്ന് എനിക്കും തോന്നി. അതിനു പറ്റിയ ഒരു സ്ഥലം നോക്കി മുന്നോട്ട് ഡ്രൈവ് ചെയ്തു. വാദി റം വിസിറ്റർ സെന്ററിനോട് അടുക്കാറായപ്പോൾ വഴിയരികിൽ ഒരു റെസ്റ്റോറന്റിന്റെ ബോർഡ് കണ്ണിൽപ്പെട്ടു. അവിടെ കയറാം എന്ന് തോന്നി. മനോഹരമായ ഒരു ഗ്രാമാന്തരീക്ഷം. അവിടെ ആരെയും കണ്ടില്ല. എന്തായാലും വണ്ടി മരത്തിന്റെ ചുവട്ടിൽ പാർക്ക് ചെയ്ത് ഞാനും ഷൈബിയും ഒന്ന് ഇറങ്ങി നടന്നു. അപ്പോൾ ഒരു കുട്ടി ഓടി വന്നു. കൃഷിത്തോട്ടവും കുതിരകളും ഫാമും എല്ലാമുള്ള വീടിനോട് ചേർന്ന് അവർ നടത്തുന്ന ഒരു റെസ്റ്റോറന്റ്. ചെറിയ സംഭവമായിരുന്നെങ്കിലും ആ കുടുംബം എന്റെ ജോർദാൻ യാത്രയിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി. വാദി റം ജോർദാനിലെ പ്രശസ്തമായ ഒരു താഴ്വാര മരുഭൂമി പ്രദേശമാണ്. ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ധാരാളം സവിശേഷതകൾ ഇവിടെയുണ്ട്. മണൽ കാടുകൾക്കും ഗ്രാനൈറ്റ് കല്ലുകൾക്കും ഇടയിലായി കാണുന്ന ഈ താഴ്വാര ഭൂപ്രകൃതിയാണ് ഇതിന്റെ മനോഹാരിത നിശ്ചയിക്കുന്നത്. ദ മാർസ് ഓൺ ദ എർത്ത്, ഭൂമിയിലെ ചൊവ്വ എന്നാണ് വാദി റം അറിയപ്പെടുന്നത്. വിസിറ്റേഴ്സ് സെന്ററിലെത്തി ബുക്ക് ചെയ്തിരിക്കുന്ന റൂമും കോണ്ടാക്ട് ഡീറ്റെയിൽസും എൻട്രി ചെയ്യുക എന്നത് കമ്പൽസറിയാണ്. ഇവിടെ നിന്നുമാണ് ഞങ്ങൾക്ക് അബ്ദുളിനെ കിട്ടിയത്. 2 ദിവസം വാദി റമ്മിലെ യാത്ര അബ്ദുൾ എന്ന ഗൈഡിന്റെ കൂടെയാണ്. ഞങ്ങൾ ആദ്യം എത്തിയത് 7 Pillars of Wisdom കാണാനാണ്. The 7 Pillars of Wisdom is a mountain near the visitor center known as Jabal al-Masmar by the Bedouin community. The name of this mountain is in honor of T.E. Lawrence's book, which was published in the 1920s. He derived the name from a verse in Bible, Proverbs 9:1, which reads, "Wisdom has built her house, which she has carved out her 7 pillars." സുഭാഷിതങ്ങളിലെ ജ്ഞാനത്തിന്റെ 7 തൂണുകളിനോടൊക്കെ താരതമ്യപ്പെടുത്തിയാലും ഈ മൗണ്ടനിൽ 7 പില്ലേഴ്സ് കണ്ടെത്താൻ നമ്മൾ അല്പം കഷ്ടപ്പെടേണ്ടി വരും. അതിന്റെ ഒരു വശത്ത് നിന്നുള്ള കാഴ്ചയാണിത്. അവിടെ നിന്നും ഞങ്ങളെ കൊണ്ടുപോയത് ഒരു ബഡ്വിൻ ടെന്റിലേക്കായിരുന്നു. വാദി റമ്മിന്റെ എല്ലാ പ്രധാന വ്യൂ പോയിന്റുകളിലും അവർ ബഡ്വിൻ ടെന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി വാദി റമ്മിൽ താമസിക്കുന്നവരാണ് ബഡ്വിൻ നിവാസികൾ എന്നറിയപ്പെടുന്നത്. അവരുടെ ആതിഥേയത്വം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി കാണിച്ചു തരുന്നതാണ് ഈ ടെന്റുകൾ. യാത്രക്കിടയിൽ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ ജീവിത രീതിയും സംസ്കാരവും അനുഭവിക്കുവാൻ വാദി റം സന്ദർശിക്കുന്നവർക്ക് സാധിക്കും. ബെഡ്വിൻ ടെന്റിലെ ചായ അതൊരു മറക്കാനാവാത്ത അനുഭവമാണ്. അതിന്റെ സ്മെൽ നമ്മളെ മത്തുപിടിപ്പിക്കും. അതുകൊണ്ടായിരിക്കാം അതിനെ ബദ്വിൻ വിസ്കി എന്നും വിളിച്ചു പോരുന്നത്. നന്നായി പഞ്ചസാരയിട്ട ചായയിൽ ഉണങ്ങിയ സേഗ് അല്ലെങ്കിൽ സാൽവി, തുളസി, മിന്റ്, കാശിത്തുമ്പ അല്ലെങ്കിൽ തൈം, കറുവാപ്പട്ട എന്നിവയെല്ലാം ചേർത്ത് കനലിൽ കെറ്റിൽ വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്കിതിൽ നിന്നും ഊറ്റിയെടുക്കാം. ഇതിന് ഭയങ്കര ഹെൽത്ത് ബെനഫിറ്റും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനും ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനും മെറ്റാബോളിസം കൂട്ടുവാനും ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യാനും ഒക്കെയുള്ള കഴിവ് ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. വാദി റം ഈസ് ഹോം ടു ന്യൂമറസ് റെഡ് ആൻഡ് യെല്ലോ ഡ്യൂൺസ്. ഈ മണലിന്റെ കളർ നോക്കൂ. അതിൽ സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന തിളക്കം. ക്യാമറ കണ്ണുകളേക്കാൾ മനസ്സിന്റെ കണ്ണിനാണ് അത് തൃപ്തി തരിക. The dunes are mostly located near rock formations. Quicksand area എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. അലംല ഇൻക്രിപ്ഷൻസ് ആണ് ഇവിടെയുള്ളത്. 2500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടതാണെന്ന് കരുതുന്ന തെമുഡിക് ആൻഡ് നെബറ്റിയൻ പെട്രോഗ്ലിഫ് അല്ലെങ്കിൽ ശിഖ ലിഖിതങ്ങളാണ് ഈ പാറകളിൽ കാണാനുള്ളത്. സൂര്യാസ്തമയം കാണുക എന്നത് വാദി റമ്മിലെ വലിയ ഒരു കാഴ്ചയായതുകൊണ്ടും ഞങ്ങൾ ക്ഷീണിതരായതുകൊണ്ടും ആ കുന്നിന്റെ മുകളിൽ കയറി നോക്കുവാൻ സാധിച്ചില്ല. പ്രകൃതിയുടെ പച്ച നിറം മാത്രമല്ല,
മറ്റു പല നിറങ്ങളും ആസ്വദിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഇവിടം കണ്ടപ്പോൾ മനസ്സിലായി. കാരണം പ്രകൃതിയുടെ പച്ചപ്പിനോട് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു. അവിടെ നിന്നും അബ്ദുൾ ഞങ്ങളെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എൻട്രി ഫീ ആയി 20 JD വിസിറ്റർ സെന്ററിൽ പേ ചെയ്താൽ സ്വന്തം വണ്ടിയുമായി നമുക്ക് വാദിറമ്മിലൂടെ കറങ്ങി നടക്കാം. എന്നാൽ ഒരു ഗൈഡ് ഇല്ലാതെ ഇതുവഴി യാത്ര ചെയ്യുക ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നു. കാറിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഗൈഡിനെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. അബ്ദുളിന്റെ നാടും പരിചയമുള്ള സ്ഥലവുമായതിനാൽ വളരെ വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ കുലുങ്ങി ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് അൻഫാഷ്യ ഇൻക്രിപ്ഷൻസ്. Take a moment to explore the petroglyphs and you will discover a stunning record of camels and their interactions with humans. And if you take a closer look, you will also find scenes of hunting, armed men, introducing circular and linear symbols, inscriptions and more. അബ്ദുൾ ഞങ്ങളെ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്നും മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും ഈ യാത്ര തന്നെയാണ്, ഈ യാത്രയിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഞങ്ങളെ ഹരം പിടിപ്പിക്കുന്നത്. സിറ്റിയിൽ വളരെ ഹൈ റൈസ് ബിൽഡിങ്ങിന്റെ ഇടയിലൂടെ പോകുന്നത് പോലെ വലിയ കൂറ്റൻ പാറകൾക്കിടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഓരോ പാറകൾക്കും ഓരോ ഷേപ്പുകളാണുള്ളത്. നിരപ്പായി കിടക്കുന്ന മണലിൽ അവിടെ ഇവിടെയായി ഉയർന്നു നിൽക്കുന്ന കൂറ്റൻ പാറകൾ. അബ്ദുൾ പറക്കുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. നമുക്ക് ഈ പിക്കപ്പിന്റെ പുറകിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്ന എക്സ്പീരിയൻസ് ഇല്ലല്ലോ. കുട്ടികളെല്ലാവരും മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. ഒരു വലിയ പാറയിടുക്കിനെ ലക്ഷ്യമാക്കിയാണ് യാത്ര. അവിടെ എന്താണെന്നുള്ള ആകാംക്ഷ ഞങ്ങളിൽ ഉദിച്ചു. സഞ്ചരിക്കുന്ന ഇടങ്ങളിലെല്ലാം പ്രധാന വ്യൂ പോയിന്റുകളിൽ ബദുവിയൻ ടെന്റുകളും ക്യാമ്പുകളും എല്ലാം കാണാമായിരുന്നു. സിഖ് തവാക്കി എന്ന മലയിടുക്കാണിത്. ഓ അത് കണ്ടോ, this is a fantastic viewpoint. അബ്ദുൾ അവിടെയുള്ള പാറയിലെ ചുവന്ന പൊടി ഉരച്ചെടുത്ത് ജെഫിന്റെ കവിളിൽ വരച്ചു. ഞങ്ങളെ കാത്തിരുന്നതുപോലെ കുറച്ചുപേർ ഫോട്ടോ എടുപ്പിക്കാനായി നിൽക്കുന്നുണ്ടായിരുന്നു. ജെഫിനാണ് അവിടേക്ക് ഓടിച്ചെന്നത്. കിട്ടിയ അവസരം അവനും പാഴാക്കിയില്ല. അതിമനോഹരമായ ഒരു മലയിടുക്കും താഴ്വാരവും അതിന്റെ അപ്പുറത്തേക്ക് വലിയ താഴ്ചയിൽ കിടക്കുന്ന സ്ഥലവും. സിഖ് തവാക്കിയുടെ സൗന്ദര്യം ഞങ്ങൾ ആസ്വദിച്ച് അവിടുന്ന് ഫിലിം ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു പോന്നെങ്കിലും വീഡിയോസ് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് സങ്കടകരമായി. അബ്ദുളിന്റെ ഡ്രൈവിംഗ് ആസ്വദിച്ച് ജെഫിൻ കാറിന്റെ മുകളിലാണ്. കാണുന്ന പാറമലകളിലെല്ലാം കുട്ടികൾ ഓരോ ഷേപ്പുകൾ ഇമാജിൻ ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പോരുന്ന വഴിയിലെല്ലാം ടെന്റുകൾ കാണാമായിരുന്നു. ഇതെല്ലാം ക്യാമ്പുകളാണ്. ഓരോ മലയിടുക്കുകളിലും ക്യാമ്പുകളുണ്ട്. ഇതെല്ലാം പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. The Sikh Tawaki is located alongside the large village which is the commercial hub of the region. The large sand dunes in the narrow valley and the high textured cliffs meant the location was a popular attraction in Wadi Rum for its natural beauty prior to the Lawrence and Faisal inscriptions. അതിന്റെ ക്രൗണിൽ ആ വെയിലടിക്കുന്ന എന്നാ രസമാണെന്ന്. The canyon is also home to mature trees that seem to sprout from the rock face, providing a cool and peaceful environment for visitors. In the early morning and late evening, the sun's rays play with the rocks, transforming their colors to a dark orange hue, which is a sight to behold. To pay tribute to the Arab revolt and Lawrence of Arabia, the locals have carved 2 stone bases located in the center of the Sikh, which bears the likeness of these historical figures.
ചുറ്റോടു ചുറ്റും വളരെ ഉയരത്തിൽ നിൽക്കുന്ന പാറയുടെ നടുവിലാണ് ഈ സ്ഥലം. ഇതൊരു സർക്കിളാണ്. പാറയിൽ ഒരു ഫേസ് കാണുന്നുണ്ടോ എന്ന് അബ്ദുൾ എന്നോട് ചോദിച്ചു. പ്രകൃതി തന്നെ കടഞ്ഞെടുത്ത ഒരു മുഖം ആ പാറയിൽ എനിക്ക് കാണാൻ സാധിച്ചു. നിങ്ങൾക്കോ? സിഖ് തവാക്കിയിലെ അതിശയിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് വീണ്ടും പറന്നു അടുത്ത സ്ഥലത്തേക്ക്. ഇനി സൂര്യാസ്തമയമാണ് ഞങ്ങളുടെ ലക്ഷ്യം. സൂര്യൻ പാറകൾക്കിടയിൽ ഒളിക്കുന്നതിന് മുമ്പ് എവിടെയോ എത്തിച്ചേരണം. അതാണ് അബ്ദുളിന്റെ ലക്ഷ്യം. അല്പസമയത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. എന്റെ ജീവിതത്തിൽ സൂര്യോദയവും സൂര്യാസ്തമയവും പല തവണ പല സ്ഥലങ്ങളിൽ ആസ്വദിച്ചിട്ടുണ്ട്. എന്റെ ഒരു മെഡിറ്റേഷന്റെ ഭാഗവും കൂടിയാണ് സൂര്യോദയവും സൂര്യാസ്തമയവും. എന്നാൽ എന്നെ ഇവിടെ അതിശയിപ്പിച്ചത് ഇതൊന്നുമല്ല, മറ്റൊന്നാണ്. സൂര്യാസ്തമയം ആസ്വദിക്കാൻ നിൽക്കുന്ന ജനക്കൂട്ടം. പാറയുടെ മുകളിലും വണ്ടിയുടെ മുകളിലും എന്നു വേണ്ട ഒരു വലിയ ജനത്തിരക്ക് തന്നെയാണ് ഈ സ്ഥലത്ത്. ഏതായാലും അല്പം മുകളിൽ തന്നെ കയറിയിരുന്ന് സൂര്യാസ്തമയം ആസ്വദിക്കാം എന്ന് ഞങ്ങളും തീരുമാനിച്ചു. കുട്ടികൾക്ക് സൂര്യാസ്തമയത്തിന്റെ സൗന്ദര്യമൊന്നും അറിയില്ല എന്നായിരുന്നു ഞാൻ കരുതിയത്. വാദി റം മരുഭൂമിയിലെ സൂര്യാസ്തമയം കാഴ്ചകളുടെ ഒരു മഹാരാജ്യം തന്നെയാണ്. ചുവന്ന മണലുകളിൽ സൂര്യൻ മറയുമ്പോൾ ആകാശം മുഴുവൻ മനോഹരമായ നിറങ്ങളുടെ ഒരു കൂട്ടമായി മാറും. കിഴക്കൻ മലകൾക്ക് മുകളിൽ ചുവപ്പ്, ഓറഞ്ച്, ഇളം മഞ്ഞ എന്നീ നിറങ്ങൾ ചേർന്ന ഒരു കാഴ്ച. സൂര്യന്റെ അഗ്നിഗോളം മറയും തോറും നിറങ്ങൾ കൂടുതൽ കത്തുന്നതും ആഴമേറിയതുമാകുന്നു. ആകാശത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പർപ്പിൾ, ലാവെൻഡർ, ഇളം നീല എന്നീ നിറങ്ങളുടെ മൃദുവായ പകർപ്പ്. മരുഭൂമിയിലെ മണൽക്കൂനകളുടെ രൂപങ്ങൾ സൂര്യാസ്തമയത്തിന്റെ നിറങ്ങളിൽ മാറി മറയുന്നു. ചിലത് സൂര്യന്റെ അഗ്നിജ്വാലകൾ പോലെ തോന്നുമ്പോൾ മറ്റു ചിലത് നീല കളർന്ന നിഴലുകളായി മാറുന്നു. ഈ മനോഹരമായ പ്രകൃതി ദൃശ്യം കാണുമ്പോൾ സമയം പോകുന്നത് പോലും അറിയുന്നില്ല. വാദി റം മരുഭൂമിയിലെ സൂര്യാസ്തമയം കാഴ്ചയ്ക്ക് മാത്രമല്ല, മനസ്സിനും ഒരു അവിസ്മരണീയ അനുഭവമാണ്. സൺസെറ്റ് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം പിരിഞ്ഞു തുടങ്ങി. സൂര്യാസ്തമയം കഴിഞ്ഞിട്ടും നല്ല പ്രകാശം ഉണ്ടായിരുന്നതിനാൽ കുട്ടികൾ കുറെ കൂടി അവിടെ കളിച്ചു. ഞങ്ങളുടെ കാർ വിസിറ്റർ സെന്ററിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. വാദി റമ്മിൽ ബുക്ക് ചെയ്തിരിക്കുന്ന ക്യാമ്പ് അല്ലെങ്കിൽ ടെന്റ് അധികം ഉള്ളിലല്ലാത്തതിനാൽ സൗജന്യമായി കാർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചു. സൺസെറ്റ് വ്യൂ പോയിന്റിൽ നിന്നും വിസിറ്റേഴ്സ് സെന്ററിൽ എത്തിയപ്പോൾ ഇരുട്ടിയിരുന്നു. സ്ട്രീറ്റ് ലൈറ്റോ മറ്റ് സൈൻ ബോർഡുകളോ ഒന്നുമില്ലാത്തതിനാൽ അബ്ദുൾ തന്നെ മുമ്പിൽ ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ ക്യാമ്പിലെത്തിച്ചു. അടുത്ത ദിവസം രാവിലെ 8 മണി മുതലാണ് വാദി റമ്മിന്റെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള യാത്ര. ഷക്രിയ ബെഡുവിൻ ലൈഫ് ക്യാമ്പ് എന്നാണ് ഈ ക്യാമ്പിന്റെ പേര്. കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമ്പുകളിൽ നൈറ്റ് ലൈഫ് വളരെ ആകർഷണമുള്ള ഒന്നാണ്. എന്നാൽ ഞങ്ങൾ ലേറ്റായി വന്നതിനാലും ആളുകൾ കുറവായിരുന്നതിനാലും അവർ ഫുഡെല്ലാം ഉള്ളിൽ തന്നെ അറേഞ്ച് ചെയ്തു. ഇദ്ദേഹമാണ് ഈ ക്യാമ്പിന്റെ മാനേജർ, മിസ്റ്റർ മുഹമ്മദ്. കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വിസിറ്റർ സെന്ററിലെ ഒരു ഉദ്യോഗസ്ഥനും കൂടിയാണ് അദ്ദേഹം. എന്ത് സഹായവും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻസിനെല്ലാം വിരുദ്ധമായി ഏറ്റവും വിലക്കുറവിൽ ഡിന്നറോടുകൂടി അക്കോമഡേഷൻ കിട്ടിയത് വാദി റമ്മിലാണ്. ഉറങ്ങാനായി 2 റൂമുകൾ. അന്നു രാത്രിയിൽ ഒരു അർജന്റീനിയൻ ഫാമിലിയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അർജന്റീന എന്ന പേര് കേട്ടപ്പോഴേ കുട്ടികളെല്ലാം അവരുടെ കൂടെയായി. അഗസ്റ്റീനോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2 ദിവസമായി ഇവിടെ താമസിക്കുന്നു. ഭക്ഷണത്തിന് ശേഷം ഇവരെല്ലാരുമായി കുറച്ചു നേരം സംസാരിച്ചിരുന്നു. വാദി റമ്മിന്റെ രാത്രി ആകാശ കാഴ്ചകളും പകലിന്റെ അഡ്വഞ്ചറസ് അനുഭവങ്ങളും റെയിൽവേയുടെ നാടകീയ രംഗങ്ങളും സിനിമാ വിശേഷങ്ങളും എല്ലാമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.